കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 40. രചന ശാലിനി ഇ.എ. നദി ആകെ അന്തം വിട്ടിരിക്കുകയാണ്. ചില്ലു ചേച്ചിയും കാർത്തി സാറും തമ്മിൽ പ്രണയത്തിലല്ലേ? പിന്നെ ഇതിനാ ചേച്ചിക്ക് വേറെ ആലോചന നോക്കുന്നത്? അങ്കിളിപ്പോൾ പറഞ്ഞ പണമെല്ലാം കാർത്തി സാറിനും ഉണ്ടല്ലോ. അത്ര പണം പോരെ ജീവിക്കാൻ? ഇനിയും പണം വേണോ? പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേരെ എല്ലാവരും കൂടി ചേർന്ന് അകറ്റാൻ ശ്രമിക്കുന്നതെന്തിനാ? ചില്ലു ചേച്ചിക്കും കാർത്തി സാറിനും അത് സങ്കടം മാത്രമല്ലേ നൽകൂ? അവൾ ബദ്രിയുടെയും രേണുകയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അവിടെ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങൾ ഒന്നുമില്ല. ഇവർക്കാർക്കും അറിയില്ലേ അവർ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച്? ഇവരുടെ മുഖത്തൊന്നും അതിൻ്റേതായ ഒരു ഭാവവുമില്ലല്ലോ. നാളെ എന്തായാലും കാർത്തി സാറിനെ കാണണം. അതിനുശേഷം ചില്ലു ചേച്ചിയോട് പറഞ്ഞാൽ മതി. ഇനി ഞാൻ പറഞ്ഞു എന്നറിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ബദ്രി സാറിനോട് ചോദിച്ചാലോ? എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നറിയാതെ അവൾ ആഹാരം പോലും കഴിക്കാൻ മറന്നിരുന്നു പോയി. ബദ്രി കഴിയാൻ പോയപ്പോൾ അവളും കഴിക്കുന്നത് നിർത്തി കഴിയാൻ ചെന്നു. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. കാറ്റുപോലൊരു ശബ്ദം തോളിനടുത്ത് നിന്ന് കേട്ടതും ബദ്രി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്താ? അവനും കാറ്റുപോലെ തന്നെ ചോദിച്ചു. രഹസ്യ, മേലെ വെച്ച് പറയാം. ആണോ? ശരി. അവളുടെ പതിഞ്ഞ സ്വരം കേട്ട് അതുപോലെ തന്നെ മറുപടി പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കഴുകി എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവൾ മേലേക്ക് ചെല്ലുമ്പോൾ ബദ്രി ലോബിയിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണാവോ ഇത്രയ്ക്ക് രഹസ്യം? അവളെ കണ്ടതും അവൻ പുഞ്ചിരിയോടെ തിരക്കി. ചില്ലു ചേച്ചിയുടെ കാര്യം. അവൾക്ക് എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. ചിലപ്പോൾ പറ്റും. എന്തു പറ്റുന്ന കുട്ടി പറയണത്? അത് ചില്ലു ചേച്ചിയുടെ കല്യാണ കാര്യത്തെക്കുറിച്ച് അങ്കിൾ താഴെ പറഞ്ഞിരുന്നില്ലേ? ഉവ്വ് പറഞ്ഞു. ചേച്ചിക്ക് ഒരാളെ ഇഷ്ടമുള്ള കാര്യം സാറിനറിയില്ലേ? ഒരു നിമിഷം അവൻ്റെ കണ്ണുകളൊരു നടുക്കം കണ്ടു. ഇഷ്ടമെന്ന് വെച്ചാൽ? ഇയാളിപ്പോൾ ഇഷ്ടം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണോ? നദി, തെളിച്ചു പറയൂ. അപ്പോൾ സാറിനൊന്നും അറിയില്ല? അവൾ കുറച്ചു നീരസത്തോടെ അവനെ നോക്കി. ഇതെന്തൊരാങ്ങളെയാണ് എന്ന അർത്ഥമില്ലേ ആ നോട്ടത്തിനെന്ന് അവനും തോന്നി. എനിക്കറിയില്ല. നദിക്കുട്ടിക്ക് അറിയണ എന്താ വെച്ചാൽ പറയൂ. ചേച്ചിയും കാർത്തി സാറും തമ്മിൽ ഇഷ്ടത്തിലല്ലേ? ആരും തമ്മിൽ? കാർത്തി സാറും ചേച്ചിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അവൾ തെളിച്ചു പറഞ്ഞു. ആര് പറഞ്ഞു അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്? കാർത്തി പറഞ്ഞോ? അവൻ അവൾക്ക് നേരെ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. നദി തല വിലങ്ങനെയാട്ടി. ചില്ലു പറഞ്ഞോ? പെട്ടെന്നെന്തോ തമാശ കേട്ടെന്ന പോലെ ബദ്രി ഉറക്കെ ചിരിച്ചു. അവൾക്ക് പണ്ടേ ഒരു പിരി ഇളകി കിടക്കുന്നതാ. കേട്ടുനിന്ന് നിനക്ക് 2 പിരി ഇളകിയെന്നാ തോന്നുന്നത്. എന്തു ചെയ്യാ വട്ടന്നേ. എൻ്റെ നദിക്കുട്ടി, അങ്ങനെ ഒരു ആഗ്രഹം രണ്ടിൻ്റെയും മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾ അവൾക്ക് വേറെ ചെക്കനെയൊന്നും തിരയില്ല. ഈ വീട്ടിലുള്ളവർക്കെല്ലാം എന്ത് സന്തോഷമാകുമെന്നറിയോ? ചില്ലു എന്നെ കാണുന്നത് പോലെയാണ് കാർത്തിയെയും കാണുന്നത്. അവരുടെ ബന്ധത്തെ തെറ്റായി കാണരുത് കേട്ടോ. താഴെ വെച്ചൊന്നും ഇത് പറയാതിരുന്നത് നന്നായി. അച്ഛനും അമ്മയ്ക്കും അതൊരു കോമഡി ആകുമായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയൊന്ന് ആട്ടിവിട്ടു. എന്നിട്ട് അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ഞാൻ വിശ്വസിക്കില്ല. എന്നോട് ചില്ലു ചേച്ചി പറഞ്ഞ കാര്യമാണ്.
അവൻ പോകുന്നത് നോക്കി നിന്നുകൊണ്ട് നദി സ്വയം പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് റൂമിലേക്ക് കയറിപ്പോയി. ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും നുണ പറയുമോ? ചേച്ചി എന്നോട് ശരിക്കും പറഞ്ഞത് തന്നെ. എന്തായാലും നാളെ കാർത്തി സാറിനെ കാണണം, കണ്ടേ തീരൂ. ചിലപ്പോൾ അവരുടെ പ്രണയം മറ്റുള്ളവരെ അറിയിക്കാതെയാണെങ്കിലോ? അങ്ങനെയും ആവാലോ. ഒടുക്കം നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്ന് ചില്ലി ചേച്ചി എന്നോട് ചോദിക്കാൻ ഇടവരരുത്. പിറ്റേന്ന് ബദരിയോടൊപ്പമാണ് തിരുനന്തനത്തേക്ക് അവൾ പോയത്. അവളെ അവിടെ ആക്കിയിട്ട് അവൻ റെക്കോർഡിങ്ങിന് പോയി. ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുന്ന് ഒരു ചായ ഉണ്ട് നദിക്ക്. രാമേട്ടൻ സ്നേഹത്തോടെ കൊടുക്കുന്ന ചായ. ചില സമയത്ത് ചായ കുടിക്കാൻ കാർത്തിയും കൂടെ ഉണ്ടാകും. ഒന്ന് പുഞ്ചിരിക്കും എന്നല്ലാതെ അവൻ അവളോട് സംസാരിക്കാറില്ല. അവളാണെങ്കിൽ അവൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. ചായ കുടിച്ചു എഴുന്നേറ്റപ്പോൾ കോളേജിൽ പോകാനുള്ള സമയമായി. കാർത്തി, നീ പോകുന്നത് ഇവളുടെ കോളേജിന് മുന്നിലൂടെ അല്ലേ? ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. അവിടേക്ക് കടന്നു വന്ന മഹാദേവൻ കാർത്തിയോട് പറഞ്ഞു. എനിക്ക് സമയമില്ല, കുറച്ച് തിരക്കുണ്ട്. അച്ഛൻ ഡ്രൈവറോട് പറയൂ. കാർത്തി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നദിക്ക് നല്ല വിഷമം തോന്നി. എന്തോ ഇഷ്ടമല്ലാത്തൊരു പറച്ചിൽ പോലെ. നിറഞ്ഞ കണ്ണുകളോടെ മഹാദേവൻ കാണാതിരിക്കാൻ അവൾ മറച്ചു പിടിച്ചു. മഹാദേവൻ്റെ ഡ്രൈവറാണ് അന്നവളെ കോളേജിലേക്ക് ആക്കി കൊടുത്തത്. ഉച്ചയ്ക്ക് ബസ്സിലാണ് അവൾ ഓഫീസിലേക്ക് ചെന്നത്. സ്ഥലങ്ങളൊക്കെ മനസ്സിലായി വന്നതിനാൽ സത്യപ്രതാപനോട് അവൾ കൂട്ടാൻ വരേണ്ടതില്ലെന്ന് പറഞ്ഞിരുന്നു. തിരിച്ച് വീട്ടിൽ പോകുന്നതും സത്യപ്രതാപൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. നദിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു സാർ. നിർമ്മലയുടെ റൂമിലേക്ക് കയറി ചെന്ന പാടെ നിർമ്മല ചോദിച്ചു. ഇല്ല. അക്കൗണ്ട് എടുക്കണ്ടേ? സാലറി വരാനായി തുടങ്ങി. അത് ഞാൻ വന്നിട്ട് ഒരു മാസം പോലും ആയില്ലല്ലോ. അപ്പോൾ പിന്നെ സാലറി വരാൻ താമസിക്കില്ലേ? അവൾ സംശയം ചോദിച്ചു. എപ്പോൾ ജോയിൻ ചെയ്തു എന്നുള്ളതല്ല, സാലറി എല്ലാവർക്കും ഒരു ദിവസം തന്നെയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ മാസം നദി എത്ര ദിവസം ജോലി ചെയ്തോ അത്ര ദിവസത്തെ ശമ്പളം കണക്ക് കൂട്ടി തരും. അവൾ തലകുലുക്കിക്കൊണ്ട് നിർമ്മലയുടെ ഓപ്പോസിറ്റായി ഇരുന്നു. ആൻറ്റി, കാർത്തി സാറിന് എന്തെങ്കിലും ഫയൽ കൊടുക്കാനുണ്ടോ? എന്താ കാര്യം? എന്തെങ്കിലും കുസൃതി ഒപ്പിക്കാനുണ്ടോ? നദി പതിഞ്ഞ സ്വരത്തിൽ ഒന്ന് ചിരിച്ചു. ഞാൻ കൊണ്ടുകൊടുക്കാം. എനിക്ക് സാറിനെ കാണേണ്ട ഒരു അത്യാവശ്യമുണ്ട്. നദി പറഞ്ഞത് തെറ്റിയോ എന്ന ഭാവത്തിൽ നിർമ്മല അവളെ നോക്കി. നീ എന്താ പറഞ്ഞത്? എനിക്ക് സാറിനെ കാണേണ്ട ഒരു അത്യാവശ്യമുണ്ടെന്ന്. എൻ്റെ കുഞ്ഞെ, സാറിൻ്റെ റൂമിലേക്ക് അങ്ങനെ എല്ലാവർക്കും കയറി ചെല്ലാൻ പാടില്ല. എനിക്ക് പോലും. അഥവാ സാർ നമ്മളെ വിളിക്കുകയാണെങ്കിൽ കയറി ചെല്ലാം. എന്തു പറഞ്ഞാലും എനിക്ക് പോയേ തീരൂ. അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ കാര്യം എന്താണെന്ന് എന്നോട് പറയൂ. ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു പറയാം. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് പറയാനുള്ളത് കാർത്തി സാറിനോട് നേരിട്ട് പറയണം. മറ്റാരും കേൾക്കാൻ പാടില്ല. എൻ്റെ കുട്ടി, എനിക്ക് തനിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഒന്നുകിൽ പ്രതാപ്ജിയെ സമ്മതിക്കണം, അല്ലെങ്കിൽ സിദ്ധാർത്ഥ് സമ്മതിക്കണം. ഇത് രണ്ടും അല്ലാതെ വേറൊരു ഓപ്ഷനില്ല. നിർമ്മല കഴിയൊഴിഞ്ഞ് പറഞ്ഞു. പ്രതാപ്ജി തീരെ അറിയാൻ പാടില്ല. മറ്റേയാളോടും പറയണ്ട. എനിക്ക് സാറിനെ കണ്ടേ തീരൂ. അവൾ പറഞ്ഞത് തന്നെ ഉറപ്പിച്ചു നിന്നു. നിർമ്മല കുറച്ചു നേരം ചിന്തിച്ചിരുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് ആരെയെ വിളിച്ചു. അവളിൽ നിന്നും മാറി നിന്നാണ് നിർമ്മല സംസാരിച്ചത്. നിർമ്മല വിളിച്ചത് അങ്കിളിനെ ആകരുത് എന്ന് നദി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കോൾ ചെയ്ത് അവസാനിപ്പിച്ച് നിർമ്മല സീറ്റിൽ വന്നിരുന്നു. സാർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ദാ ഈ ഫയലും കൊണ്ടുവയ്ക്കോ. നിർമ്മല മേശപ്പുറത്തിരുന്ന ഒരു ഫയൽ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ സന്തോഷത്തോടെയും അതിലുപരി നെഞ്ചിരിപ്പോടെയും നിർമ്മലയുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി കാർത്തിയുടെ റൂമിന് നേർക്ക് നടന്നു.
ഡോറിന് മുന്നിൽ കനോക്ക് ചെയ്തതിന് ശേഷം അവൾ അനുമതിക്കായി കാത്തുനിന്നു. എന്തിനായിരിക്കും കുഞ്ഞോൾ തന്നെ കാണണമെന്ന് പറയുന്നത്? ഇന്ന് കാലത്ത് കാറിൽ കയറ്റാതെ പോകുന്നത് അവൾക്ക് സങ്കടമായി കാണുമോ? അതിന് പക്ഷേ എൻ്റെ ക്യാബിനിലേക്ക് വരേണ്ട കാര്യമെന്താ? ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. ഉടനെ കയറി വരാനുള്ള അനുവാദവും കൊടുത്തു. ഡോർ തുറന്ന് കയറി വന്നവളുടെ മുഖത്തേക്ക് ഗൗരവത്തിൽ ഒന്ന് നോക്കി. ഇരിക്കെ. അവൾ നീട്ടിയ ഫയൽ വാങ്ങി മേശപ്പുറത്ത് വയ്ക്കുന്നതിനിടയിൽ കാർത്തി പറഞ്ഞു. നദി അവൻ്റെ മുന്നിലെ കസേരയിലിരുന്നു. ഇന്ന് കാലത്ത് ഞാനും നീയും തമ്മിൽ കണ്ടതല്ലേ? പറയാനുള്ള കാര്യം അപ്പോൾ പറയാമായിരുന്നില്ലേ? അവൻ കടുത്ത സ്വരത്തിൽ തന്നെ ചോദിച്ചു. കാർത്തിയുടെ മുഖത്തെ ഗൗരവഭാവം അവളിൽ പേടിയുണർത്തി. എനിക്ക് അവൾ ആകെ കൂടെ വെപ്രാളത്തിലായി. അല്ല, നീയൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെയൊക്കെ കളിക്കുട്ടിയാണെന്നോ? നിനക്കൊക്കെ കളി പറഞ്ഞിരിക്കാനുള്ള സ്ഥലമാണ് എൻ്റെ ക്യാബിനെന്നോ? അവൻ്റെ ശബ്ദം ഉയർന്നതും നദിയുടെ കണ്ണുനീർ ഉരുണ്ടുകൂടി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിവിടെ പറഞ്ഞില്ലച്ചാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടോ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഞാനിങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞു എന്ന് അങ്കിൾ അറിയരുത്. അവളുടെ കണ്ണിലെ കണ്ണുനീർ കണ്ട് അവൻ്റെ ഹൃദയം പൊടിഞ്ഞുവെങ്കിലും അങ്കിൾ അറിയരുത് എന്ന വാക്ക് അവൻ്റെ പുരികക്കൊടികളെ വളച്ചു മടക്കി. എന്താ കാര്യം? അവൻ്റെ ശബ്ദം ഒന്നുകൂടി ഗൗരവപൂർണമായി. അങ്കിളിനോട് പറയരുത്. എൻ്റെ തെറ്റിദ്ധാരണയെങ്കിൽ ക്ഷമിക്കണം. ഈശ്വര, ഇവളിത് എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? അവൻ അങ്കലാപ്പോടെ അവളെ നോക്കി. പറയില്ലെന്ന് പറഞ്ഞില്ലേ നദി, കാര്യം പറയൂ. ചില്ലുച്ചേച്ചിക്ക് ഒരു കല്യാണാലോചന ഇന്നലെ അങ്കിൾ പറഞ്ഞതാ. വലിയ പണക്കാരത്രേ. എല്ലാം കൊണ്ടും അങ്കിളിന് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. ചില്ലുച്ചേച്ചിയെ ഇപ്പോൾ അറിയിക്കേണ്ടെന്നും പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ വന്ന സമയത്ത് ചില്ലുച്ചേച്ചി പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. ഇഷ്ടമുള്ളവരെ തമ്മിലല്ലേ കല്യാണം കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ. അവൾ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. പറഞ്ഞു കേട്ടിടത്തോളം ചില്ലുവിന് വന്ന ആലോചന വ്യാജമാണ്, ചതിയാണ്. സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നവരെ നദിക്ക് മുൻപിൽ ചില്ലുവിനെ സ്നേഹിക്കുന്നതായി തന്നെ അഭിനയിക്കാം. എങ്കിലേ നദിയിലൂടെ അവിടെയുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയൂ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ചില്ലു നദിയോട് അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ? നദി അത് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഈ കല്യാണാലോചനയുടെ കാര്യം ചില്ലുവിനെ പോലും അറിയിക്കേണ്ട. അവൾ നന്നായി എക്സാം എഴുതി വരട്ടെ, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നദി പൊയ്ക്കോളൂ. അവൾ എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനെ ഒന്നുകൂടി നോക്കി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.